അടുത്ത വർഷം 6500 ഹെൽത്ത് വർക്കേഴ്സിനെ അയർലൻഡിൽ നിയമിക്കുമെന്ന പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. OET പാസ്സായ നഴ്സുമാരുടെ ആകുലതകൾക്ക് അടുത്ത വർഷമെങ്കിലും പരിഹാരമാകുമോ? എല്ലാ വർഷവും അയർലൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നഴ്സുമാരുടെ കണക്കെടുത്താൽ മലയാളി നഴ്സുമാരാണ് ഐറിഷ് നഴ്സുമാരെക്കാൾ കൂടുതൽ. അയർലൻഡിലെ പ്രമുഖ ഓൺലൈൻ പത്രമായ ഐറിഷ് മലയാളി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്ത വർഷം അയർലൻഡിൽ 6500 ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുമെന്ന് ആരോഗ്യമന്ത്രി. ഇതിനുള്ള ഫണ്ട് HSCക്ക് നൽകിയെന്ന് മന്ത്രി സ്റ്റീഫൻ ഡോണല്ലി പറഞ്ഞു. അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ വീണ്ടും 25,000 പേരെ കൂടി റിക്രൂട്ട് ചെയ്യേണ്ടി വരുമെന്നും വിക്ലോയിലെ ഫിനഫോൾ സ്ഥാനാർത്ഥിയായ മന്ത്രി വ്യക്തമാക്കി. അയർലൻഡിൽ നിന്നുള്ളവർക്ക് പരിശീലനം നൽകി നിയമിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും HSC കൂടുതലായും വിദേശ തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. 2023 അയർലൻഡിൽ 29,573 ഫിസിഷ്യന്മാരുണ്ടായിരുന്നു. ഇവരിൽ 43.4% പേരും വിദേശികളായിരുന്നു. 4 വർഷം റെക്കോർഡ് റിക്രൂട്ട്മെന്റ് ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ആവശ്യത്തിന് ഡോക്ടർമാരെയും നഴ്സുമാരെയും തെറാപ്പിസ്റ്റുകളെയും പരിശീലിപ്പിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഹെൽത്ത് കെയർ കോളേജുകളുടെ എണ്ണം ഇരട്ടിയാക്കുന്നതിന് ശ്രമിക്കുകയാണ്. സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം 1100 സ്ഥാപനങ്ങളുണ്ട്. അടുത്ത സർക്കാരിൻ്റെ കാലയളവിൽ 2000 കോളേജുകളാക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി വിശദീകരിച്ചു. അയർലൻഡ് ഇലക്ഷൻ തീയതി ഈ മാസം 29 വെള്ളിയാഴ്ച നടക്കാനിരിക്കെ പ്രധാനമന്ത്രി സൈമൺ ഹാരിസിൻ്റെ നേതൃത്വത്തിലുള്ള ഐറിഷ് ഗവൺമെൻറ് നിരവധി പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അയർലൻഡിലെയും യൂറോപ്പിലെയും ന്യൂസുകളെല്ലാം അപ്ഡേറ്റഡായി റിപ്പോർട്ട് ചെയ്യുന്ന അയർലൻഡിലെ ഓൺലൈൻ പത്രമായ ഐറിഷ് മലയാളി ന്യൂസിനോട് കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഐറിഷ് ടുഡേ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് വെരി മച്ച് ഫോർ ലിസണിങ്. See you in next video. Bye bye from Irish Today. Can you see? Yeah, people are sitting there. So our group is there. Okay. Can you see them?